370 എന്ന സീറ്റ് കശ്മീരിൽ നിന്നും ജനിച്ചതാണെന്ന് പറയുന്നു. ആർട്ടിക്കിൾ 370 ലക്ഷ്യമാക്കിക്കൊണ്ട് പറഞ്ഞതാണ്, അല്ലാതെ കൃത്യമായി ഒരു കണക്ക് കൂട്ടി പറഞ്ഞതല്ല. 370 പ്രതീകാത്മകമായ ഒരു പദമാണ്. അതൊരു തെരഞ്ഞെടുപ്പ് അജണ്ടയുടെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞ മോദി വളരെ കൃത്യമായി പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ 3 ഘട്ടങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾ ഈ കെണിയിൽ വീണുപോയി. മോദി 370 സീറ്റ് നേടില്ല, NDA സഖ്യം 400 സീറ്റ് നേടില്ല എന്ന അവസ്ഥയിലേക്ക് അവർ മാറി. മോദി കേവല ഭൂരിപക്ഷം നേടില്ല എന്നവരാരും പറഞ്ഞില്ല. അതൊരു ട്രിക്കായിരുന്നു, അതൊരു ട്രാപ്പായിരുന്നു എന്ന് മോദി തന്നെ തുറന്നു പറയുക. 3 ഘട്ടം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ബോധോദയം ഉണ്ടാകുന്നത്. പിന്നീട് പ്രതിപക്ഷ നേതാക്കൾ മോദി കച്ചി തൊടില്ല, 180 തികയ്ക്കില്ല എന്നൊക്കെ പറയുന്നത്. വാസ്തവത്തിൽ മോദി 370 സീറ്റ് പ്രതീക്ഷിക്കുന്നില്ല, NDA 400 സീറ്റ് പ്രതീക്ഷിക്കുന്നില്ല. അവരുടെ ലക്ഷ്യം കേവല ഭൂരിപക്ഷം തന്നെയാണ്. മോദി കൃത്യമായി പറയുന്നുണ്ട്, ഇന്ത്യ ഭരിക്കാൻ 370 സീറ്റ് വേണ്ട, കേവല ഭൂരിപക്ഷം 272 സീറ്റാണ്. ആ 272 സീറ്റ് നേടുന്നതിന് വേണ്ടി അങ്ങനെ പറയണമെന്ന് നിർബന്ധമുണ്ടോ? പ്രതിപക്ഷത്തെ കൊണ്ട് മോദി 272 സീറ്റ് നേടില്ല എന്ന് പറയിക്കുന്നതിന് പകരം മോദി 370 സീറ്റ് നേടില്ല, NDA 400 സീറ്റ് നേടില്ല എന്ന തരത്തിൽ പ്രചരണം നയിക്കാൻ ആദ്യത്തെ 3 ഘട്ടത്തിൽ മോദിക്ക് കഴിഞ്ഞു. ഈ മുദ്രാവാക്യം കൊണ്ടൊന്ന് മോദി തുറന്നു പറയുക.